ദി ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. ഇതിൽ ഒരു PR ഏജൻസിയുടെ സാന്നിധ്യം കാണുന്നു. ചിലർ നിഷേധിക്കുന്നു, ചിലർ അത് അംഗീകരിക്കുന്നു. എന്തായാലും മൊത്തത്തിൽ കൂട്ടിക്കുഴയ്ക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തെ തന്നെ ഏതാണ്ട് ഉഴുതുമറിക്കുന്ന നിലയിലേക്ക് ഈ ഒരു ഒറ്റ ഇൻ്റർവ്യൂ മാറി. അങ്ങനെ നമുക്ക് കരുതിക്കൂടെ? അങ്ങനെ കരുതാം. കാരണം കേരളം ഈ മച്ച് ആൻഡ് എബൌട്ട് നത്തിങ് എന്ന് പറയുന്ന സ്വഭാവക്കാരാണ്. ചെറിയ കാര്യങ്ങളെ വലിയ ഇതാക്കി ആഘോഷിക്കുക. ഇതിലിപ്പോൾ സംഭവിച്ചത് എന്താണ്? മലപ്പുറം ജില്ലയെപ്പറ്റി മുഖ്യമന്ത്രി പറഞ്ഞു. ആ പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് അൻവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ മോങ്ങാനിരുന്ന് തലയിടൊരു തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെ ഹിന്ദുവിലെ ഇൻ്റർവ്യൂ വന്നു. വാസ്തവത്തിൽ സെപ്റ്റംബർ 21 മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഹിന്ദുവിൽ വന്നത്. ഇന്നലെ അദ്ദേഹം കോഴിക്കോട് പ്രസംഗിച്ചു, അത് തന്നെയാണ്. പുതിയ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ആകെ പറഞ്ഞത് എന്താ? മലപ്പുറം ഞാൻ പറഞ്ഞത് ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്കാണ്, അല്ലാതെ അത് മുസ്ലിങ്ങളുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നു. ഇവിടെ മലപ്പുറത്തെ പറ്റി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്, പോളണ്ടിനെ പറ്റി മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറയുന്നു. മലപ്പുറം എന്ന് വെച്ചാൽ മലപ്പുറം സമം മുസ്ലിം എന്ന് പറഞ്ഞൊരു സമവാക്യമുണ്ട്. പക്ഷേ അതുണ്ട് എന്ന് PV അൻവർ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വരുത്താൻ കുറേ ദിവസമായി ശ്രമിക്കുന്നു. അങ്ങനെ പറഞ്ഞു മലപ്പുറത്ത് 90% മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. ആണോ നമ്മൾ സാറേ? 68. പിന്നെ രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ പുള്ളി ഒരു 10% ഡിസ്കൗണ്ട് തന്നു, 80% മുസ്ലിങ്ങളാണെന്ന് പറയും. ഏതായാലും 80 കുറയ്ക്കാൻ അൻവർ തയ്യാറില്ല. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അൻവറിന് ഇതെങ്ങനെയെങ്കിലും ഒരു മതവിഷയമാക്കി മാറ്റണം. ഇത് പിണറായി വിജയൻ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ഡിനൈ ചെയ്താൽ മതി. മലപ്പുറം എന്ന് വെച്ചാൽ മുസ്ലിം എന്നൊന്നും അർത്ഥമില്ല, താൻ അങ്ങനെ കൊണ്ടുവരികയും വേണ്ട, താൻ തന്നെ പാട് നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന സംഭവമേ. പാർട്ടിയും അങ്ങനെ തന്നെ പറഞ്ഞു. മലപ്പുറം എന്താ മുസ്ലിങ്ങൾക്ക് തീരെ എഴുതി തന്നിട്ടുണ്ടോ? ഓടോടുന്നു. മലപ്പുറം മറ്റെല്ലാ സ്ഥലങ്ങളെയും പോലൊരു സ്ഥലമാണ് മലപ്പുറം. ചില സ്ഥലങ്ങളിൽ ഹിന്ദു കൂടുതൽ, ചിലത്ത് ക്രിസ്ത്യാനി കൂടുതൽ, കുറവൊക്കെ ആയിരിക്കും. അത് മനുഷ്യർ താമസിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ചില സ്ഥലത്ത് നായന്മാർ കൂടുതൽ, അല്ലെങ്കിൽ ഈഴവർ കൂടുതൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമുണ്ട്. ഇതിലിപ്പോൾ എന്താ ഇത്ര വലിയ ഏർപ്പാടാണെന്ന് പറഞ്ഞാൽ തീരും. അൻവറിൻ്റെ ആവശ്യം ഇതൊരു മതവിഷയം കൂടെ ആക്കുക, അൻവർ മുസ്ലിം ചാമ്പ്യനാണെന്നും കൂടെ വരുത്തി തീർക്കുക. ഇത് അൻവറിൻ്റെ ആവശ്യമായിരുന്നു. ഇയാൾ ഈ ആയുധം ഉപയോഗിക്കുന്ന ഇവർ നിന്ന് കൊടുക്കുന്നത് എന്തിനാ? അതാണ് ഇവരും അതേ നാണയത്തെ തിരിച്ചടിക്കുന്നതാണ് ഇതിൻ്റെ അപകടം. ഹിന്ദുവിൽ വന്ന ഹിന്ദു പത്രം ഉയർത്തി അൻവർ പറഞ്ഞു ഇത് ലോക്സഭയിൽ ചോദ്യമാകും, അപ്പോൾ അതിൽ മലപ്പുറത്തിന് ചീത്തപ്പേരാകും. മലപ്പുറത്ത് നേരത്തെ 90 എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ 80 എന്ന് പറഞ്ഞു. 80% മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾക്ക് ചീത്തപ്പേരാകും. ഇതുപോലത്തെ ഒരു റെട്ടറിക്ക് ഒരുത്തനെ അടിക്കുമ്പോൾ അതിനോട് അത് കേട്ട് പരിഭ്രമിക്കുന്നത് എന്തിനാണ് ഇവർ? എനിക്ക് മനസ്സിലായില്ല. അല്ല, അതിൻ്റെ ഫാക്ട്സ് വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഒരു സപ്പോർട്ടിംഗ് നല്ല സ്റ്റോറി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മലപ്പുറത്തിൻ്റെ ക്രൈംസ് കൂടുന്നത്? ആസ് എ ഡിസ്ട്രിക്റ്റ് 14 ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ ഈ കൊല്ലം ഇതുവരെയുള്ള കഴിഞ്ഞ ഓഗസ്റ്റ് വരെയുള്ള ക്രൈം റെക്കോർഡ്സ് വെച്ച് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൻ്റെ എണ്ണം നോക്കുമ്പോൾ മലപ്പുറം വരുന്നത് 4ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ്, 2 എറണാകുളമാണ്, 3 കൊല്ലമാണ്, 4ആണ് മലപ്പുറം വരുന്നത് ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോൾ. പക്ഷേ മുഖ്യമന്ത്രിക്ക് കിട്ടിയ കണക്ക് ശരിയാണ്, ക്രൈംസിൽ മലപ്പുറം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതെങ്ങനെയെന്നറിയോ? പോലീസ് ഡിസ്ട്രിക്റ്റുകളുണ്ട്. പോലീസിന് റൂറൽ ഡിസ്ട്രിക്റ്റ് വേറെയാണല്ലോ, സിറ്റി വേറെയാണ്. അങ്ങനെ തിരിക്കുമ്പോൾ മലപ്പുറത്ത് ഒറ്റ പോലീസ് ഡിസ്ട്രിക്റ്റേ ഉള്ളൂ. മലപ്പുറത്ത് കോഴിക്കോട്ട് 2 ഉണ്ട്, കൊല്ലത്ത് 2 ഉണ്ട്, തിരുവനന്തപുരത്ത് 2 ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 20 പോലീസ് ഡിസ്ട്രിക്റ്റുകളുണ്ട് കേരളത്തിൽ. ഈ 20-ൽ എടുക്കുമ്പോൾ 20 പോലീസ് ഡിസ്ട്രിക്റ്റുകൾ എടുക്കുമ്പോൾ മലപ്പുറം പോലീസ് ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ FIR ഉള്ളത്. രണ്ടാമത് അങ്ങനെ വരുമ്പോൾ കോട്ടയം ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെ അതിൻ്റെ കയ്യിൽ കിട്ടിയ കൃത്യമായ ഡാറ്റ വെച്ച് മറുപടി പറയാം. ഇന്ത്യൻ എക്സ്പ്രസ് ഈ എഴുതിയിരിക്കുന്നതിലും ഒരു അബദ്ധം എന്താണെന്നറിയാമോ? മലപ്പുറത്താണ് ഏറ്റവും കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഇല്ല, മുഖ്യമന്ത്രി ആകെ പറഞ്ഞത് പിടിച്ച സ്വർണത്തിൻ്റെ ഭൂരിഭാഗം മലപ്പുറം 174.5 കിലോ പിടിച്ചു. അതിൽ 124.3 മലപ്പുറത്താണ്. ഹവാല പണം ഇത്ര കോടി പിടിച്ചു, അതിൽ ഇത്രയധികം കോടി മാക്സിമം മലപ്പുറത്താണ്. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ലാതെ രജിസ്റ്റർ ചെയ്ത FIRകളുടെ എണ്ണം, ശിക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം ഇതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ 2 ഐറ്റം സ്വർണ്ണക്കടത്ത്, ഹവാല, ഈ 2 കാര്യത്തിൽ
പിടിച്ച ഇതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് പിടിച്ചത്. അത് ആര് പറഞ്ഞാലും കേസ് രജിസ്റ്റർ ചെയ്തത് പോലും എവിടെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. പിന്നെ വിശദമായിട്ട് കോഴിക്കോട് സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് കരിപ്പൂരിന് ചുറ്റും എത്തുന്നതായിരിക്കും, മലപ്പുറത്തായിരിക്കും, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണെന്ന്. അപ്പോൾ പോലും അദ്ദേഹം മലപ്പുറം ഒരു ക്രൈം ജില്ലയാണെന്ന് പറയുന്നില്ല. ഇല്ല, മലപ്പുറത്താണ് ഏറ്റവും അധികം ഗോൾഡ് പിടിക്കുന്നത്, ഏറ്റവും അധികം അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മലപ്പുറത്തുകാരെ സംബന്ധിച്ചേ അത് ഇപ്പൊ മാത്രമല്ല, ചരിത്രത്തിൽ സാർ നോക്കി, ഇപ്പം അത് വലിയ വാർത്തയൊന്നുമല്ല. ഏറ്റവും അധികം മന്ദന്മാരുള്ള സ്ഥലം എവിടെയായിരുന്നു? ചേർത്തലയാണ്. പേരുകൾ രണ്ടാം സ്ഥാനം പൊന്നാനിക്കായിരുന്നു. അങ്ങനെ ഓർമ്മയുണ്ടല്ലോ, ഈ ഉമ്മർ ബാഫക്കി തങ്ങളൊക്കെ വലിയ മന്തുള്ള ആളായിരുന്നു. മന്ത് അന്നത്തെ ഒരു അസുഖമായിരുന്നല്ലോ, കാലിന് മന്ത് വന്നവർ ഏറ്റവും കൂടുതലുള്ളത് ചേർത്തലയില്ല, തീരദേശ ഗ്രാമങ്ങൾ. അല്ല, തീരദേശം ബാക്കി മുഴുവൻ കൊച്ചിയൊക്കെ തീരദേശമല്ലേ, ഇവിടെ അല്ല അല്ലേ? ഇവിടെ അല്ല, ചേർത്തലയിലായിരുന്നു ഈ സാധനം ഏറ്റവും കൂടുതൽ. പിന്നെ അതിനും ഒരുപാട് റിസർച്ച് സംഗതിയൊക്കെ നടത്തിയിട്ട് വെക്ടർ കൺട്രോൾ റിസർച്ച് സെൻറ്റർ കൊണ്ടുവന്ന് അതിന് ഗുളിക ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പം മന്ത് എന്ന് പറയുന്നത് ഏകദേശം ഇല്ലാതെയായി മാറി. അപ്പം ചേർത്തലയിലാണ് മന്ത് രോഗം ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തലക്കാർ ഞങ്ങളെ മോശമാക്കി എന്ന് പറയേണ്ട കാര്യം എന്താ? ആ യാഥാർത്ഥ്യം ശരിയാണ്. നമ്മുടെ നാട്ടിലാണ് കൂടുതൽ മന്തുള്ള, അതിനെന്താ ചികിത്സ? മലപ്പുറത്തുകാർ കൺസേൺഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ ഇതിൽ മതം മാറ്റിവെക്കുക ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. പൊതുവെ ആളുകൾക്കൊരു ധാരണയുണ്ടോ, കള്ളക്കടത്താവാം, അതിൽ തെറ്റൊന്നുമില്ല എന്ന് ധാരണയുണ്ടെങ്കിൽ ആ ധാരണ മാറ്റിക്കൊടുക്കുക, മനുഷ്യരുടെ സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിൽ വഴക്കിടുന്ന ഇപ്പോൾ ഈ വസ്തുതകളിൽ നിന്ന് പോയി ഇപ്പോൾ അൻവർ ഉയർത്തിയ ഇഷ്യൂ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞത് അവിടെ നിന്നും പോയി. ലേറ്റസ്റ്റ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു വിശദീകരണമായിട്ട് വന്നു. ഞങ്ങളടുത്ത് ഒരു ഇൻ്റർവ്യൂ തരുമോ എന്ന് ചോദിച്ച് സമീപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, ഒരു ഏജൻസിയാണ്, PR ഏജൻസിയാണ്. എന്താണ്? കെയ്സൺ. ആ ഏജൻസിയാണ് വരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് വാർത്ത എന്താ വെച്ചാൽ ആ ഏജൻസി റിലയൻസിൻ്റെ ഓണർഷിപ്പിലുള്ള അവരുമായിട്ട് ബന്ധമുള്ളതാണ്. മാത്രമല്ല നരേന്ദ്രമോദിയുടെ PR വർക്കും ചെയ്യുന്ന ഏജൻസിയാണ്. അവർ സമീപിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അങ്ങയുമായിട്ട് ഒരു നാഷണൽ ന്യൂസ് പേപ്പർ എന്ന നിലയിൽ അങ്ങയുമായിട്ട് ഇൻ്റർവ്യൂ താല്പര്യമുണ്ട്, തരാമോ? അപ്പോൾ ഹിന്ദു പറയുന്ന വിശദീകരണം അനുസരിച്ച് ഉടനെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം താനും. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കതിന് സമയമില്ല, ഞങ്ങളൊരു ഫോട്ടോഗ്രാഫറെയും ഒരു റിപ്പോർട്ടറെ അയച്ചു തരാം, നിങ്ങൾ തന്നെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ആൻസറും വാങ്ങിച്ച് തന്നേക്ക്, ഞങ്ങൾ കൊടുത്തോളാം. ആ കണ്ടീഷനാണ് അത്രേ. അതിൽ ആദ്യം എടുക്കാത്ത 2 ക്വസ്റ്റ്യൻസ് പിന്നീട് വളരെ ഇപ്പോഴത്തെ ക്രിട്ടിക്കലായ ചില ചോദ്യങ്ങളുണ്ടല്ലോ, ഈ മലപ്പുറം ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിന്നീട് അവർ എഴുതി തന്നു എന്നാണ് അവർ പറയുന്നത്. പ്രശ്നം ഇപ്പോൾ കെയ്സണിലേക്ക് വന്നിരിക്കുന്നു. കേസ് ഇപ്പോൾ കെയ്സണിലാണ്. എന്താ ഈ അതിനിപ്പോൾ പറയുന്ന ജോൺ ബ്രിട്ടാസ്, അദ്ദേഹത്തിന് എന്തോ മാനക്കേട്, അദ്ദേഹം അവിടെ ഇരുന്ന ആളാണല്ലോ, മുഖ്യമന്ത്രിയെ മുഴുവനും മുഖ്യമന്ത്രിയുടെ PR മുഴുവൻ ഭരിച്ചിരുന്ന ആളാണല്ലോ, ഇപ്പോൾ രാജ്യസഭയിലാണെന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് വലിയ ചീത്തപ്പേര്, മുഖ്യമന്ത്രിക്ക് അങ്ങനെ PR ഏജൻസിയുടെ ആവശ്യമില്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഹിന്ദു പത്രവും ആ ഏജൻസി തന്നെയും അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഈ PR ഏജൻസിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്തായിരിക്കും? ഈ മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് ഉറങ്ങാൻ തലയണ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെയാണ്. തലയിണ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സുഖം, തലയിണ ഇല്ലാതെ മനുഷ്യൻ ഉറങ്ങും വന്നു കഴിഞ്ഞാൽ ഉറങ്ങുമല്ലോ. തലയിണ ഉണ്ടെങ്കിൽ സുഖം. ഇതാണ് PR ഏജൻസി. മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമില്ല, പക്ഷേ PR ഏജൻസി ഉണ്ടെങ്കിൽ ഒരു സുഖം, ജോലികളൊക്കെ അവർ ചെയ്തോളും, ഇൻക്ലൂഡിങ് ഐഡിയോളജി ഇപ്പോഴത്തെ PR ഏജൻസി കൈകാര്യം ചെയ്യും. ഞാനതുകൊണ്ടാണ് ദിവസങ്ങൾക്ക് മുമ്പ് സാറിനോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു ബേസ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയൻ നടത്തിയത്. ക്ലിയർ ആയിട്ട് ഈ ഹിന്ദു വോട്ട് ബേസ് തിരിച്ചു വരാനായിട്ട് ചെയ്യേണ്ടതല്ല, ഹിന്ദുക്കളെ പുകഴ്ത്തി പറയുകയല്ല, ഇസ്ലാമിനെ ഒന്ന് പ്രതിരോധത്തിലാക്കുക. അത് ട്രഡീഷണൽ ഇസ്ലാമിനെ നോക്കാതെ പുതിയതായിട്ട് വെല്ലുവിളിച്ച PV അൻവർ എന്ന ഒരല്പം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ക്യാരക്ടറാകുമ്പോൾ അത് എളുപ്പമാണ്. അയാളെ അറ്റാക്ക് ചെയ്യുന്നു, ചോദിച്ചാൽ PV അൻവറെ അറ്റാക്ക് ചെയ്യുന്നു, എന്നാൽ ഉള്ളിലൂടെ ഇസ്ലാമിനെ തടയുന്നു. ഈ സിഗ്നൽ പോകുമെന്ന് പിണറായിക്ക് അറിയാം. ഇങ്ങനെയാണ് അത് ചെയ്തത്. ഇതും ഒരുപക്ഷെ ഒരു PR ഏജൻസിയുടെ ഡിസൈൻ ആവാം. പക്ഷെ ആ ഡിസൈൻ TG എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഡിസൈൻ പിണറായിയുടേതാണോ? ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഈ ഏജൻസി ആ താല്പര്യം പ്രകടിപ്പിക്കുന്നത് പിണറായിയുടെ സമ്മതത്തോടെ ആയിരിക്കും തീർച്ചയായിട്ടും. പക്ഷേ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത് കേന്ദ്രമാണ് എന്ന് ധരിച്ചാൽ, എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കേന്ദ്രം ഭരിക്കുന്ന BJPയും സഖ്യകക്ഷികളും ഈ മുസ്ലിം മൈനോറിറ്റിക്കെതിരായിട്ട് പ്രത്യേകിച്ച് മലപ്പുറം തന്നെ കേന്ദ്രമാക്കിയിട്ട് വലിയ ക്യാമ്പയിനുകൾ നയിച്ചവരാണ്. അവർ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അറിഞ്ഞായാലും ഉദ്ദേശം അതായാലും അല്ലെങ്കിലും പിണറായി പറഞ്ഞു കിട്ടിയത് പല പൊതുയോഗങ്ങളിലും. അതൊരു ദേശീയ പത്രത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ഇൻ്റർവ്യൂ ആയി വന്നു കിട്ടിയാൽ അത് BJPയുടെയും RSSൻ്റെയും ഒക്കെ ക്യാമ്പയിനുകൾക്ക് ഗുണം ചെയ്യുമെന്ന് ആഗ്രഹിച്ചത് കേന്ദ്രം കൂടി ആയിക്കൂടെ? തീർച്ചയായിട്ടും അത് ഒരു ക്യാമ്പയിൻ പോയിൻ്റാണ്. കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്യാമ്പയിൻ പോയിൻ്റ് അല്ല, കാരണം അവർ കേരളത്തിലായതുകൊണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒരു വിസിറ്റ് നടത്തുകയില്ല. അതിനിടയ്ക്ക് ഒരു പോയിൻ്റായിട്ട് ഇത് തട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം ഭാരതം മൊത്തം പോകും. കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ പ്രയോജനപ്പെടുകയില്ലായിരിക്കും, കേരളത്തിന് പുറത്ത് പ്രയോജനപ്പെടും. ഈ വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടിയുടെ വലിയ ഒരു ചിത്രം കേരളത്തിൽ BJPക്ക് പ്രയോജനപ്പെട്ടില്ല, പക്ഷേ UPയിൽ പ്രയോജനപ്പെട്ടു. കർണാടകത്തിലെ ഹിജാബ് സമരം കർണാടകത്തിലെ BJPക്ക് പ്രയോജനപ്പെട്ടില്ല, പക്ഷേ മധ്യപ്രദേശിൽ പ്രയോജനപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ BJP ഇങ്ങനെ ഒരു ഡിസൈന് അനുകൂലിച്ചാൽ അതിൽ എനിക്ക് അത്ഭുതമില്ല. തെറ്റും പറയാൻ വയ്യ, അവരുടെ പൊളിറ്റിക്സ് ആണ്. സാറേ, ഇത് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷങ്ങളുണ്ടാക്കിയ ഒരു ഇമ്പ്രഷനാണ് നരേന്ദ്രമോദി പൊട്ടനാണ്, ബുദ്ധിശൂന്യനാണ്. ഞാൻ പലതവണ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചീത്ത വേണമെങ്കിലും മോദിയെ വിളിച്ചോ, ബുദ്ധിശൂന്യനെന്ന് പറയരുത്. ബുദ്ധിശൂന്യനായ ഒരു മനുഷ്യന് 3ാം തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാൻ പറ്റില്ല. കുശാഗ്ര ബുദ്ധിയുള്ള പൊളിറ്റീഷ്യന് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അയാൾ വെറും പൊട്ടൻ, വർഗീയവാദി, പ്രാന്തൻ, ഇങ്ങനെ കുറേ ചീത്ത വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. രാജ്യം അയാൾ ഭരിക്കുന്നു, 22 സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറി അടക്കം അയാളുടെ കയ്യിലിരിക്കുന്നു. എന്നിട്ട് ഇവർ അങ്ങേർക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നു. കേന്ദ്ര BJPയുടെ ഇതിൽ നോക്കുമ്പോൾ കേരളത്തിൽ എന്താ, അല്ല അത് കമ്മ്യൂണിസ്റ്റ് ഭരണം. എന്ത് കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ളൂ? കമ്മ്യൂണിസ്റ്റ് ഒക്കെ പണ്ടേ പോയി. ഇപ്പോൾ ഒരു സാധാരണ പാർട്ടി പോലെ CPM കൈക്കൂലി വാങ്ങുക, പോലീസിനെ ഉപയോഗിച്ച് തല്ലിക്കുക, അത് ഈ അഴിമതി, സ്വജനപക്ഷപാതം, ഇതെല്ലാം പെണ്ണ് കേസ്, ഇതൊക്കെ ചേർന്ന ഒരു സാധാരണ പാർട്ടിയാണ് CPM. വേറെ എന്താ? ഒരു രാഷ്ട്രീയ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോളൂ. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ ആയിരിക്കുന്നു എന്നൊരു നിരാശാബോധം മലയാളിക്കില്ലേ, ഇൻക്ലൂഡിങ് BJP? അല്ല, നിരാശാബോധമല്ല, അതൊരു യാഥാർത്ഥ്യബോധമാണ്. അത് കറക്റ്റ്, നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആയിരിക്കുന്നു അല്ലേ യാഥാർത്ഥ്യം? അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവിന് വേണ്ടി ദാഹിക്കുന്നില്ലേ കേരളം? ഈ ഓൾട്ടർനേറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ ഓൾട്ടർനേറ്റീവും ഇതേ പാതയിലേക്ക് താമസിയാതെ പോകും. ഓൾട്ടർനേറ്റീവായിട്ട് വന്നതാണല്ലോ ആം ആദ്മി പാർട്ടി. എന്താ ഇപ്പം അതിൻ്റെ സ്ഥിതി? ഇത് കാരണം രാഷ്ട്രീയം ആ രീതിയിലേക്ക് പോയി. അത് ഈ ഞാൻ 1993 അന്ന് ഗോവിന്ദാചാര്യയാണ് BJPയുടെ ജനറൽ സെക്രട്ടറി. അപ്പോൾ ഗോവിന്ദാചാര്യയെ ആദർശമായിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ BJPയും ഈ പാതയിലേക്കാണല്ലോ പോകുന്നത്, മറ്റ് പാർട്ടികൾ അതുപോലെ ബൂത്ത് പിടുത്തം, അഴിമതി, സ്വജനപക്ഷപാതം, മക്കളെ നിർത്തുക. അപ്പോൾ ഗോവിന്ദാചാര്യ പറഞ്ഞു, അതെ, കിണറ്റിലുള്ള വെള്ളമാണ് ബക്കറ്റിൽ വരുന്നത്, എനിക്ക് വേറെ വെള്ളം കൊണ്ടുവരാൻ സാധ്യമല്ല. ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയാണോ അതിൽ നിന്നാണ് ഇന്ത്യൻ പൊളിറ്റീഷ്യനും ഉണ്ടാകുന്നത്. അതേ ന്യായമാണ് കേട്ടോ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത്. സമൂഹത്തിലുള്ള എല്ലാ ബൂർഷ്വാ ജീർണതകളും ഞങ്ങളുടെ പാർട്ടിയിലും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഞാനന്ന് ഗോവിന്ദാചാര്യയോട് പറഞ്ഞു, സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. ഗോവിന്ദാചാര്യ അതും സമ്മതിച്ചു. ഗോവിന്ദാചാര്യ പറഞ്ഞു, നല്ല ആളുകൾ വരില്ല, മോഹൻദാസ് വരുമോ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കൊരു ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിലാണ് ജോലി, ആ ജോലി രാജിവെച്ചിട്ട് രാഷ്ട്രീയത്തിൽ വന്ന് ഞാൻ എങ്ങും അല്ലാതായി. അപ്പം നല്ല മനുഷ്യർ വരില്ല, അപ്പോൾ പിന്നെ ചീത്ത മനുഷ്യർ വരും. ഈ മാലാഖമാർ മടിച്ചു നിൽക്കുന്നിടത്ത് ചെകുത്താൻ കയറും എന്നൊരു ചൊല്ലുണ്ടല്ലോ, ഇത് ഗോവിന്ദാചാര്യ എന്നോട് പറഞ്ഞു. ഡെവിൾ വിൽ എൻറ്റർ വെയർ ഏഞ്ചൽസ് ഡോണ്ട് ഡെയർ. ദിസ് ഈസ് ഹാപ്പനിങ് വിത്ത് പൊളിറ്റിക്സ്. അപ്പോൾ ഇത് പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം ഇങ്ങനെ ആയിക്കഴിഞ്ഞു. അത് ഞാൻ നിരാശനായിട്ട് പറയുകയല്ല, യാഥാർത്ഥ്യബോധത്തോടെ. ഒരു വേ ഔട്ട്, സീനിയറായ ഒരു ഇത്രയോ കാലമായിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ, അതിൻ്റെ എന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് ഒക്കെ തിരിച്ചറിഞ്ഞ ഒരാളാണ് നിനക്ക്. വാട്ട് ഈസ് ദ വേ ഔട്ട്? തൽക്കാലം ഞാനൊന്നും കാണുന്നില്ല. ഈ നമ്മളുടെ പ്രസൻറ്റ് ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ടല്ലോ, അതിൽ ഇങ്ങനെ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പും ഇങ്ങനെയായിരുന്നു.
ഈ മഹാത്മാഗാന്ധിയാൽ ഒതുക്കപ്പെട്ട മനുഷ്യനാണ് സുഭാഷ് ചന്ദ്രബോസ്. എല്ലാവർക്കും അറിയാമല്ലോ, ആരും നിഷേധിക്കില്ല. അതൊരു രാഷ്ട്രീയമായിരുന്നില്ലേ, ഒരു കുത്തിത്തിരിപ്പായിരുന്നില്ലേ? തീർച്ചയായിട്ടും, സംശയം എന്താ? സോ ഈ മഹാത്മാഗാന്ധി വരെ ഈ രാഷ്ട്രീയത്തിനകത്ത് ഇങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതിയിൽ വന്നെങ്കിൽ ബാക്കി ഈ പറഞ്ഞ പിണറായി വിജയൻ, കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആരാ? മഹാത്മാഗാന്ധി വേണ്ടി താരതമ്യം ചെയ്യുമ്പോൾ നിസ്സാരന്മാരാണ്. അപ്പം അവരൊക്കെ ഇത് ചെയ്യുന്നു, അതിൽ അങ്ങനെയാണ് രാഷ്ട്രീയം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഈ കൈസൺ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു. ഈ കൈസൻ്റെ CEO ഉണ്ടായിരുന്നു, ഒപ്പം ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന മലയാളി. അത് ആരാണെന്ന് ചോദിച്ചാൽ ഹരിപ്പാട്ട മുൻ MLA TK ദേവകുമാറിൻ്റെ മകനാണ്. അപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും പല ഇടപെടലും സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതോടൊപ്പം PK കുഞ്ഞാലിക്കുട്ടി ഇപ്പം പ്രതികരിച്ചേക്കുന്നത് ഈ പറയുന്ന അഭിമുഖം എന്ന് പറയുന്നത് വെറുതെ അബദ്ധത്തിൽ പറ്റിയൊന്നുമല്ല, ഇതിൻ്റെ കാര്യം എന്താണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണം. അപ്പം മുസ്ലിം ലീഗും മുന്നിലേക്ക് വരുന്നു, ഈ കൈസൺ ഗ്രൂപ്പിൻ്റെ ആളുകളെയും രംഗത്തേക്ക് വരുന്നു. ഒക്കെ കൂടി ഒരു സംശയത്തിൻ്റെ നിഴൽ കൂടുതൽ സൃഷ്ടിക്കുകയല്ലേ? അല്ല, അത് സംശയമല്ല എന്നാണ് രീതി പറയുന്നത്. ഈ സംശയങ്ങൾക്കൊക്കെ ബേസ് ആയിട്ടുള്ള അടിസ്ഥാനമായി വർത്തിക്കുന്ന ഈ സിനുജിയും ഇതുപോലെയുള്ള പത്രപ്രവർത്തകരുടെ ഒരു ധാരണ PR ഏജൻസി ഒരു മോശം കാര്യമാണെന്നാണ്. അങ്ങനെയല്ല. PR ഏജൻസി രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കോൺഗ്രസിൻ്റെ കനുഗോലു പരസ്യമായിട്ടാണ് പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുത്തത്. ഇപ്പോൾ VD സതീശൻ പറയുന്നത് കനുഗോലുവിനെ ചീത്ത പറഞ്ഞ പിണറായി വിജയനാണ് ഇപ്പോൾ സുബ്രഹ്മണ്യനെ ആരെയോ PR ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ശരിയാണ്, സതീശൻ പറയുന്നത് ശരിയാണ്. PR ഏജൻസികളെ ഇവർ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവർക്ക് ഇൻറ്റേർണൽ മെക്കാനിസം ഉണ്ട് സർവേ നടത്താനായിട്ട്. പാർട്ടിക്കുള്ളിലെ ആളുകളെ നേതാക്കന്മാർക്ക് വിശ്വാസമില്ല, അവർക്ക് നേതാക്കന്മാരെയും വിശ്വാസമില്ല. പിണറായി വിജയനെ അഡ്വൈസ് ചെയ്യാനായിട്ട് ഗോവിന്ദൻ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പിണറായി വിജയൻ ഇവൻ നമ്മളെ പാരവഹിക്കാൻ വന്നതാണോ, എന്താ എൻ്റെ ഉദ്ദേശം? അപ്പോൾ സംശയമില്ലാതെ ആശ്രയിക്കാവുന്നൊരു തേർഡ് പാർട്ടിയാണ് PR ഏജൻസി. പിണറായി വിജയനോട് പറയും, സാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താ? ഹിന്ദു അടിത്തറ തകർന്നു, അത് നമുക്ക് തിരിച്ചു പിടിക്കണം. അതിന് സാറ് ഹിന്ദുവിനെ പ്രീണിപ്പിക്കാൻ പോകരുത്, പോയി കഴിഞ്ഞാൽ അത് അതിലും നന്നായിട്ട് BJP മുതലെടുക്കും. സാറിന് ആകെ ചെയ്യാവുന്നത് ഹിന്ദുക്കളുടെ ശത്രു എന്ന് അവർ വിചാരിക്കുന്ന മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്യുക. മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് ഉള്ള മുസ്ലിം വോട്ട് കൂടെ പോവും. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? മുസ്ലിങ്ങളിൽ റിബലായിട്ട് നിൽക്കുന്ന ഒരുത്തൻ, അവനെ ടാർഗറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. അടിക്കുക അൻവറിനെ, മലപ്പുറം ജില്ല വെച്ച് അടിച്ചാൽ മതി. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ശരിയാണല്ലോ, അടിക്കും. അപ്പോൾ ഈ ട്രഡീഷണൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, അവർക്ക് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ പേടിയാണ്. അവരുടെ വിചാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് തരുന്ന ജില്ല മലപ്പുറമാണെന്നാണ്. ഇവനൊക്കെ എന്തൊരു പൊട്ടനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് മലപ്പുറം ജില്ല മുഴുവൻ എഴുതി തള്ളിയാൽ പോലും ഭൂരിപക്ഷം കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തിനാണ് ഈ മലപ്പുറത്തിന് വേണ്ടി ചാകാൻ നടക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. യു എയിം അറ്റ് ഹിന്ദു വോട്ട്, ടേക്ക് ദ ഹിന്ദു വോട്ട്. ഇപ്പോൾ ഇവർ പറയുന്നില്ലേ, സംഘപരിവാർ ദത്താത്രേയ ഹൊസബിളെ ADGP കണ്ടു. ശരി, കണ്ടു എന്ന് പറയും, സോ വാട്ട്? അവർ ഈ നാട്ടിലുള്ളവരാണ്, നിങ്ങളുടെ കൂട്ടുകാരാണോ? ആണെന്ന് പറയുക. എന്താകാശം ഇടിഞ്ഞു വീഴുമെന്നാണ്. എത്ര മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമെന്നാണ് CPM വിചാരിക്കുന്നത്? നഷ്ടപ്പെടുന്നതിൽ എത്രയോ ഇരട്ടി ഹിന്ദു വോട്ടുകൾ CPMന് കിട്ടും. CPM പഴയ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല സാർ. എന്നോടൊരു മുതിർന്ന RSSകാരൻ, അദ്ദേഹം മരിച്ചുപോയി, കർണാടകക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, മോഹൻദാസ് നിങ്ങളുടെ പ്രശ്നം എന്താ? കമ്മ്യൂണിസം ഈസ് ഡെഡ്, ലെറ്റ് us give it a decent burial. അത് വിടുക, കമ്മ്യൂണിസം ഇപ്പോൾ ഇല്ല. Now there is a party called Communist Party which is troubling you. അതല്ലേ, നമുക്കത് ഹാൻഡിൽ ചെയ്യാം. അതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുള്ള, ഇപ്പോൾ കമ്മ്യൂണിസം സംഗതി ഒന്നുമില്ല അതിന്. സാറ് ഏറ്റവും അവസാനം തൊഴിലാളി എന്നുള്ള വാക്ക് പിണറായി വിജയൻ ഉച്ചരിക്കുന്നത് എപ്പോഴാണ് കേട്ടത്? ഒന്ന് പറഞ്ഞു. തൊഴിലാളി ബേസിക് വാക്കാണല്ലോ. അവരുടെ പ്രസംഗങ്ങളിൽ എങ്ങനെ തന്നെ പ്രസംഗിക്കാൻ പോലും തൊഴിലാളി എടുക്കുന്നില്ല. കർഷക തൊഴിലാളി ഇല്ലേ ഇല്ല, കയർ തൊഴിലാളി ഇല്ല, കശുവണ്ടി തൊഴിലാളി ഇല്ല. എന്ത് തൊഴിലാളിയാണ് ഇപ്പോൾ ഉള്ളത്? സർക്കാർ ഓഫീസിൽ തൊഴിലാളിയാണ് NGO. എനിക്ക് ഡിഫെൻഡ് ചെയ്യണമെന്നൊക്കെ മോഹമുണ്ടെങ്കിലും പറഞ്ഞു വരുമ്പോൾ വസ്തുതകൾക്ക് മുമ്പിൽ നമ്മൾ നിശബ്ദനായി പോകും. സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സാറ് ആയതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് ഞാനിത് പറഞ്ഞു തോറ്റു. എൻ്റെ മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾ അവരിപ്പോഴും വിചാരിക്കുന്നത് മോദി മണ്ടനാണ്, മോദി ബുദ്ധിശൂന്യനാണ്. അവരുടെ സ്വർഗത്തിൽ അവർ കഴിഞ്ഞോട്ടെ, ഞാൻ അവരെ വിടുന്നു. അതുകൊണ്ടാണ് സാറിനോട് പറഞ്ഞത്.
ഇപ്പോൾ ഈ കൈസൺ ഗ്രൂപ്പ് എന്ന് പറയുന്ന PR ഏജൻസി തന്നെ പറയുന്നത് ഇനി സർക്കാർ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കട്ടെ. അപ്പോൾ ഇത് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നു അവരും തിരിച്ചറിയുന്നു. അപ്പോൾ ഇനി സർക്കാർ നിലപാട് വ്യക്തമാകട്ടെ, മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും വരട്ടെ. ഇനി വല്ലതും പുറത്തു വരാനുണ്ടെങ്കിൽ വരട്ടെ. അപ്പോഴും ഈ ഇപ്പോൾ TG പറഞ്ഞു വന്ന യാഥാർത്ഥ്യമാണ് കേരളീയ. മുഖ്യമന്ത്രിക്ക് ഒരു അബദ്ധം പറ്റിയത് സാർ, ഈ കോവിഡ് കാലത്ത് ഇതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടല്ലോ. കോവിഡ് കാലത്തെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം എഴുതി വായിക്കുക, എഴുതി കിട്ടിയ ചോദ്യങ്ങൾക്ക് മറുപടി ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ വന്നിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ കാലമായി ഈ കയ്യിലും കുത്തി നടക്കുന്നു, നിങ്ങളും കുറേ കാലമായി കയ്യിലും കുത്തി നടക്കുന്നു, എൻ്റെ ചെവിയിൽ നിങ്ങളുടെ ചെവിയിലുള്ള പോലെ കുന്ത്രാണ്ടോ ഒന്നുമില്ല, എനിക്കാരും പറഞ്ഞു തരുന്നില്ല, ഞാൻ പറയുന്നത് എൻ്റെ പ്രസ്താവനയാണ്, എൻ്റെ ഉത്തരവാണ്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ PR ഏജൻസിയുടെ അഡ്വൈസിൽ പോയി ചാടിയിരിക്കുന്നത്. രസം അതല്ല, PR ഏജൻസിയിലെ 2 പേരല്ലാതെ വേറെ ആരും ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നുമില്ല. അത്രയേ ഉള്ളൂ. ഈ മഹോന്നതരിൽ മഹാനായ ബ്രിട്ടാസെങ്കിലും അവിടെ ഉണ്ടാവണ്ടേ? അതുമില്ല. ബ്രിട്ടാസിനെ പോലും കൂട്ടിയില്ല, അഥവാ കൂടിയില്ല എന്ന് വേണം പറയാൻ. അതൊരു കരുതലാവും ചിലപ്പോൾ, കാരണം ഈ പറഞ്ഞ പോലെ. ഏതായാലും നമുക്ക് അടുത്ത വെളിപ്പെടുത്തൽ വരട്ടെ അല്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ സീരീസിൽ വെളിപ്പെടുത്തൽ വരുമ്പോൾ വീണ്ടും നമുക്കിരിക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.